ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്ത്യ PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് അസിസ്റ്റന്റ് പ്രിസം ഓഫീസർ. അപ്പൊ ഇന്ന് എല്ലാവരും തിരക്കുന്ന കാര്യം, ഇത് ഒറ്റ പരീക്ഷയാണോ, ആണെങ്കിൽ അതിന്റെ സിലബസ് എങ്ങനെയെന്ന് ഏവരും കൃത്യമായി തിരക്കുന്നുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ നിലവിലെ സ്റ്റാറ്റസ് ശ്രദ്ധിക്കണേ. ഒന്നാമത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതായത് നമ്മൾ സെപ്പറേറ്റ് ആണ് വിജ്ഞാപനം വരുന്നത്. ഫീമെയിൽ പ്രിസൺ ഓഫീസർ മറ്റൊരു വിജ്ഞാപനവും മെയിൽ പ്രിസൺ ഓഫീസർ മറ്റൊരു വിജ്ഞാപനവും. ക്ലിയർ അല്ലേ? അപ്പൊ നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നു. ഡേറ്റ് കഴിഞ്ഞു. 360/2025 എന്ന പേരിൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്ക് ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം വന്നിരുന്നു. ശമ്പളം 27,900 മുതൽ 63,700 വരെയായിരുന്നു. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഇത് സമയം കഴിഞ്ഞു. അപ്പം ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് NCA നോട്ടിഫിക്കേഷൻ ഒന്നും ആയിരുന്നില്ല. ഇനി നമുക്ക് വിളിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം കേരള PSCന്റെ പുതിയൊരു യോഗ തീരുമാനം നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പൊ അതിന് പ്രകാരം ഇനി വിളിക്കാനുള്ള ഒരു മെയിൽ പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് നവംബർ 2nd വീക്കിലാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും, ഈ മെയിൽ പ്രിസൺ ഓഫീസറും ഫീമെയിൽ പ്രിസൺ ഓഫീസറും ഒറ്റ പരീക്ഷയായിരിക്കണം. അത് കേരള PSC വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒറ്റ പരീക്ഷയാണോ രണ്ട് പരീക്ഷയാണോ എന്നുള്ള കാര്യങ്ങൾ വഴിയെ കേരള PSC അപ്ഡേറ്റ് ചെയ്യും. ക്ലിയർ ആണ്? അപ്പൊ അത് ഒറ്റ പരീക്ഷയുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ അതിന് പ്രകാരം ഇനി നോക്കേണ്ടത് സിലബസ് ആണ്. അത് ഒറ്റ പരീക്ഷയായാലും ശരി, രണ്ട് പരീക്ഷയായാലും ശരി, സിലബസിൽ ഒരു മാറ്റവുമില്ല. ഞാൻ ആ സിലബസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. ഇതോ പഠിച്ചു തുടങ്ങിക്കോണം. ക്ലിയർ അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ നിലവിൽ നമ്മുടെ മിൻഡി PSC എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുപിടിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യണേ, മറക്കല്ലേ. ഇത് ആ നോട്ടിഫിക്കേഷന്റെ PDF നമ്മളിപ്പോ കണ്ടിരുന്നു. ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 15 ആയിരുന്നു അല്ലെ? ഞാൻ ആ ഡേറ്റ് ഒന്ന് കാണിക്കാൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും പുതിയ വിജ്ഞാപനമായിരുന്നു. ഇത് അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ 15/10/2025 ആയിരുന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സിലബസ് ആണ് വേണ്ടത്. ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കോണേ. നോക്കൂ, ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഏറ്റവും പുതിയ സിലബസ് ആണ്. ഇക്കഴിഞ്ഞ പ്രിസൺ ഓഫീസ് 2025 നമുക്ക് കൃത്യമായി മെയ് മാസം ഒരു പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. ഒരു NCA പ്രിസൺ ഓഫീസർ ആയിരുന്നു. ആ പ്രിസൺ ഓഫീസറിന്റെ സിലബസ് അപ്പൊ ഏറ്റവും പുതിയ സിലബസ്, മാറ്റമില്ല. 2025 മെയ് മാസം കൃത്യമായിട്ടൊരു പരീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മെയ് 27 ആയിരുന്നു കേട്ടോ. എന്റെ ഓർമ്മയിൽ ആ ഡേറ്റ് മെയ് 27 ആയിരുന്നു. ഒരു NCA പ്രിസൺ ഓഫീസർ പരീക്ഷയായിരുന്നു. അപ്പം അതിന്റെ അതേ സിലബസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും പുതിയ സിലബസ് ആണ്, സിലബസിൽ മാറ്റമില്ല. നമുക്ക് നോക്കിയാലോ. നമുക്ക് ഒറ്റ പരീക്ഷയാണ്. ഒറ്റ പരീക്ഷ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം നമുക്കുണ്ട്. അതായത് നമുക്ക് നിലവിൽ കേരള PSCയിൽ പല കോഴ്സുകളും 2 എക്സാംസ് ഉണ്ട് അല്ലേ? പക്ഷെ ഇപ്പൊ നിലവിൽ +2 നിലവാരത്തിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള CPO, ഫയർഫോഴ്സ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോലുള്ള പരീക്ഷകൾ, സിവിൽ എക്സൈസ് പോലുള്ള പരീക്ഷകൾ ഒറ്റ പരീക്ഷയാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് പ്രകാരം പേടിക്കേണ്ട, ഇതും ഒറ്റ പരീക്ഷയാണ്. പ്രിലിംസ് മെയിൻസ് ഫോർമാറ്റില്ല. പകരം ഒരു പരീക്ഷ, പിന്നെ ഫിസിക്കല്, മെഡിക്കല് എന്നുള്ള രീതിയാണ് പോകുന്നത്. അപ്പോൾ ആ ഒറ്റ പരീക്ഷ സിലബസ് നോക്കിക്കോണേ. ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്ക് ചരിത്രം. ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയോ 5 മാർക്ക്. എക്കണോമിക്സോ അതുകൊണ്ട് 5 മാർക്ക്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലോ 8 മാർക്കാണ്. അതുപോലെ കേരളം ഭരണ സംവിധാനങ്ങളോ അത് 3 മാർക്കാണ്. ജീവശാസ്ത്ര പൊതുജനാരോഗ്യം അത് 4 മാർക്കാണ്. ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സോ അത് 3 മാർക്ക്. രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയോ അത് 3 മാർക്ക്. അടുത്ത കലാകായികം സാഹിത്യ സംസ്കാരമോ അത് 4 മാർക്ക്. കറണ്ട് അഫയർ അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കുണ്ട്. അതുപോലെ മാത്സ് ആൻഡ് റീസണിങ്ങോ അതുകൊണ്ട് 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷോ അതുകൊണ്ട് 10 മാർക്ക്. അടുത്ത പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളമോ അതുകൊണ്ട് 10 മാർക്ക്. പിന്നെയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്. അപ്പോൾ ഏവരും കാത്തിരിക്കുന്ന കാര്യം എന്താണ്? സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് എന്താണ് നോക്കണേ. സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണ്. നടന്നതുപോലെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ജയിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ആ സിലബസിനെ ഇപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയി പരിശോധിക്കാം. നോക്കി, ഇതിലാദ്യം പറയുന്നു വിശദമായ സിലബസിൽ ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്ക്. ബോർഡിലേക്ക് നോക്കൂ. അതിൽ ആദ്യം കേരള ചരിത്രം. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ, തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേരള ഹിസ്റ്ററി.
വീണ്ടും മുന്നോട്ട് പോകുന്ന അടുത്ത പരിചയപ്പെടാം. ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, സ്വദേശി പ്രസ്ഥാനം, INSE, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും അതുപോലെയുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും ഉൾപ്പെടുത്തിയുള്ള ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നെയുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. അതിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, രണ്ടാം ലോക മഹായുദ്ധങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തി ഒരു വേൾഡ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട, അതായത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 3 ടോപ്പിക്കിനെ ഉൾപ്പെടുത്തിയാണ് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. അങ്ങനെയാണ് 5 മാർക്ക് കൊടുത്തിരിക്കുന്നത്. അടുത്ത ജോഗ്രഫിയാണ്. അവിടെയുണ്ട് 5 മാർക്ക്. ആദ്യം വേൾഡ് ജോഗ്രഫി, അതുമായി ബന്ധപ്പെട്ട് ഭൂമിയിലെ ഭൂമിശാസ്ത്രം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദം, കാറ്റ്, താപനില, ഋതുക്കൾ, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, മലിനീകരണ പ്രശ്നങ്ങൾ, മാപ്പുകൾ, വിദൂര സംവേദനം, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ പോലെ ഭൂമിശാസ്ത്രമുണ്ട്. 5 മാർക്ക് കഴിയുന്നില്ല. ഭൂമിശാസ്ത്രത്തിന് 3 ടോപ്പിക്കാണ്. 3 ടോപ്പിക്ക് ചേർത്ത് 5 മാർക്ക്. ഇത് വേൾഡ് ജോഗ്രഫിയാണ് ഷെയർ ചെയ്തത് അല്ലെ. ഇനി ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, സവിശേഷതകൾ, നദികൾ, മഹാസമുദ്രം, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കൾ, സ്രോതസ്സുകൾ. ക്ലിയർ. ഇനിയുള്ളത് കേരള ജോഗ്രഫിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, വനം, വന്യജീവി, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ഇങ്ങനെ കേരള ജോഗ്രഫി. അങ്ങനെ ജോഗ്രഫിന്റെ വേൾഡും ഇന്ത്യയും കേരളത്തോടെ ചേർത്ത് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. വീണ്ടും മുന്നോട്ട് പോകുന്നു. എക്കണോമിക്സ് ആണ് 5 മാർക്ക്. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് മിഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. എക്കണോമിക്സ് 5 മാർക്ക്. അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 8 മാർക്ക്. കൃത്യമായ സിലബസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, നിർമ്മാണ സമിതി, മലയാളത്തിലാണ് പരീക്ഷ കേട്ടോ. നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റ് ഘടകങ്ങൾ, പ്രധാന ഭരണഘടനാ ഭേദഗതികൾ, ഇവിടെ 42, 44, 52, 73, 74, 86, 91. ഇനിയുള്ളത് പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കറണ്ട് ലിസ്റ്റ്. ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. സിലബസിന് കീഴിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. നിങ്ങൾ എക്സ്ട്രാ ടോപ്പിക്കുകളെ പഠിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. ആദ്യം സിലബസിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് തീർക്കുക, പിന്നെ മാത്രം മതി എക്സ്ട്രാ ടോപ്പിക്ക്. പിന്നെയുള്ളത് കേരളവും ഭരണഭരണ സംവിധാനങ്ങളും 3 മാർക്ക്. കേരള സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കാരങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. അങ്ങനെ കേരളവും ഭരണഭരണ സംവിധാനങ്ങളും എത്ര മാർക്കാണ്? 3 മാർക്ക്. വീണ്ടും മുന്നോട്ട് പോകുന്നു. ബയോളജിയാണ്. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 4 മാർക്ക്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള അറിവ്, ജീവകങ്ങളും ധാതുക്കളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യ അടിസ്ഥാന വിജ്ഞാനം, പരിസ്ഥിതി, എൻവയോൺമെന്റ് ആണ്. ഇതിനുള്ള ഭൂമിശാസ്ത്രം 3 മാർക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചലനം, ന്യൂട്ടൺ, പ്രകാശം, ദർപ്പണങ്ങൾ, ലെൻസ്, മഴവില്ല്, സ്പെക്ട്രം, ശബ്ദം, ബലം, അതുപോലെ ഗുരുത്വാകർഷണം പോലുള്ള കാര്യങ്ങൾ. വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് താപം, പ്രവൃത്തി. ഇങ്ങനെ ഇത്രയും ടോപ്പിക്കാണ്. 8 ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് മതി കേട്ടോ. SCERT മതി. ഇൻഡെപ്തിലേക്ക് പോകേണ്ട. അത്യാവശ്യം ടെക്സ്റ്റ് ബുക്ക് ഡെപ്തിലാണ് പോയിരിക്കുന്നത്. അടുത്ത രസതന്ത്രമാണ് 3 മാർക്ക്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വറീജിയ, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാഷ്ട്രപ്രവർത്തനങ്ങൾ, ലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കരിയും. പിന്നെയുള്ളത് കലാകായിക സാഹിത്യ സംസ്കാരമാണ് 4 മാർക്ക്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, പ്രസിദ്ധമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. സ്പോർട്സ് ആണ്. സ്പോർട്സിന് 3 ടൈപ്പ് ഓഫ് സ്പോർട്സ്, അതായത് ഇന്ത്യയിലെ കേസും, അതായത് വേൾഡ് സ്പോർട്സും ഉണ്ട്. കാരണം ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും അതിനകത്ത് വരും. പിന്നെ ഇന്ത്യയിലെ സ്പോർട്സ് ഇനങ്ങളും, സ്പോർട്സ് ഐറ്റവും, സ്പോർട്സ് അവാർഡും, സ്പോർട്സ് വ്യക്തികളും. കേരളത്തിലെ സ്പോർട്സ്, അതായത് കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡുകൾ കിട്ടിയ പ്രത്യേക ഐറ്റങ്ങളും, അതുപോലെ തന്നെ പ്രത്യേക വ്യക്തികളും, അവർക്ക് കിട്ടിയ അവാർഡിന്റെ ഡീറ്റെയിൽസുകളും. അപ്പൊ ഇങ്ങനെയുള്ള നോക്കൂ, പ്രധാന ട്രോഫികൾ, പ്രധാന കായിക ഇനങ്ങൾ കണ്ടോ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, ഏഷ്യൻ ഗെയിംസ്, ദേശീയ ഗെയിംസ്, താരങ്ങൾ, അവരുടെ പേരും ഡീറ്റെയിൽസ്. പിന്നെയുള്ള സാഹിത്യമാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദികൃതികൾ, കർത്താക്കൾ, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, പ്രശ്നമായ വരികൾ, അതുപോലെ പത്രപ്രവർത്തനം, സിനിമ, അവാർഡുകൾ.
പിന്നെയുള്ള സാഹിത്യമാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് നമ്മുടെ ഈ ഓണം, അതുപോലെ തന്നെ വിഷു, വള്ളംകളി, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ. കറണ്ട് അഫയർ ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പരീക്ഷ അടുത്ത വർഷമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയിപ്പം ഡിസംബർ വരെയുള്ള കലണ്ടർ വന്നു, ഇനി ജനുവരിയിലെ കലണ്ടർ വരാനുണ്ട്. ജനുവരിയിലുള്ള സാധ്യതയില്ല. ഒരു മാർച്ചിൽ പരീക്ഷകളില്ല. ഫെബ്രുവരി അല്ലെങ്കിൽ പിന്നെ അത് ഏപ്രിൽ നടന്നില്ലെങ്കിൽ പിന്നെ ജൂണിലേക്കോ പോകും. കാരണം നമുക്കറിയാം വരും ദിവസങ്ങളിൽ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. നവംബർ, ഡിസംബർ, ഫെബ്രുവരി മാസം നമുക്ക് ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ചാണ്. മാർച്ചിന് കൃത്യമായ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ, അങ്ങനെ മാർച്ചിൽ പൊതുവെ PSC പരീക്ഷകളില്ല. ഇനിയുള്ളത് ഏപ്രിലാണ്. ഏപ്രിൽ ഇപ്രാവശ്യം ഒരു പ്രശ്നമുള്ളത് ഇലക്ഷനാണ്. സംസ്ഥാന ഇലക്ഷൻ ആയതുകൊണ്ട് ഏപ്രിലിൽ പരീക്ഷാ സാധ്യത വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. അപ്പൊ നിലവിൽ പഠനം തുടങ്ങിയോളൂ, പഠിച്ചു തീർത്തോളൂ. കാരണം നമ്മൾ ആദ്യ ജോലി, നിങ്ങൾ എക്സാമിന്റെ ഡേറ്റ് നോക്കിയിട്ട് പഠിക്കാനിരിക്കേണ്ട. അത് അബദ്ധമാണ്. എത്രയും പെട്ടെന്ന് പഠിച്ചോളാം. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിച്ചു തീർത്തേ പറ്റൂ. റാങ്ക് ലിസ്റ്റ് ടോപ്പിൽ വന്നേ പറ്റൂ, എന്നാലും ജോലി കിട്ടൂ. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് പഠനം തുടങ്ങിക്കോളൂ. നിങ്ങൾ പരീക്ഷാ ഡേറ്റിനെ പറ്റി ടെൻഷൻ അടിക്കേ വേണ്ട, പഠനം തുടങ്ങിക്കോളൂ. അപ്പൊ കറണ്ട് അഫയർ 10 മാർക്കാണ്. പിന്നെയുള്ളത് മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. കറണ്ട് അഫയർ ലാസ്റ്റ് 1 ഇയർ കേട്ടോ. 2025 കംപ്ലീറ്റ് ജനുവരി 1 മുതൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫയർ നോക്കാം. ക്ലിയർ അല്ലേ? അടുത്തത് QA ആൻഡ് റീസണിംഗ് ആണ്. നമുക്ക് പൊതുവെ അറിയാലോ 10 മാർക്കാണ് QA റീസണിങ്ങിന് കൊടുത്തിരിക്കുന്നത്, 5 മാർക്ക് QA. അതുപോലെ സംഖ്യകൾ, ശതമാനം, ലാഭവും നഷ്ടവും, പലിശ, കൂട്ടുപലിശ, ആനുപാതികം, സമയവും ദൂരവും, സമയവും പ്രവൃത്തി, ശരാശരി, കൃത്യജ്ഞം, പ്രോഗ്രഷൻസ് പോലെ ഉൾപ്പെടുത്തി. അപ്പൊ അങ്ങനെ QA അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 5 മാർക്ക്. പിന്നെയുള്ളത് 5 മാർക്ക് റീസണിംഗ് ആണ്. മാനസിക ശേഷി പരിശോധന, ശ്രേണികൾ, ഗണിതചിഹ്നങ്ങൾ, സ്ഥാനനിർണ്ണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തൽ, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിംഗ്, ഡീകോഡിംഗ്. റീസണിംഗ് 5 മാർക്കാണ്. ക്ലോക്ക്, കലണ്ടർ, കുടുംബ ബന്ധം, ദിശാബോധം. ഓക്കെ. പിന്നെയുള്ള നമുക്കൊരു ഇംഗ്ലീഷാണ്. ഗ്രാമാറ്റിക്കൽ ടോപ്പിക് 5 മാർക്ക്, വൊക്കാബുലറി 5. നോക്കണേ, മറന്നുപോലെ പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ആർട്ടിക്കിൾ, പ്രൈമറി മോഡൽ ഓക്സിലറി, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ്, ജെറണ്ട്, ടെൻസസ്, പ്രിപ്പോസിഷൻ. പക്ക ഗ്രാമാറ്റിക്കൽ പോർഷൻ 5 മാർക്ക്. ഇനിയുള്ളത് പക്ക വൊക്കാബുലറി ആണ്. സിനോണിമ്, ആന്റോണിമ്, ഫ്രൈസൽ വെർബ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ. 10 മാർക്ക് പൂർണ്ണമായി ഇംഗ്ലീഷ്, 5 മാർക്ക് വൊക്കാബുലറി, 5 മാർക്ക് ഗ്രാമർ. പിന്നെയുള്ള 10 മാർക്ക് എന്ന് പറയുന്നത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ല്, സമാനപദം, വചനം, പിരിച്ചെഴുതി പോലുള്ള കാര്യങ്ങൾ അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. APO അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ ഫീമെയിൽ ആൻഡ് മെയിൽ കോമൺ സിലബസ് ആണ്. ഇനി ഏവരും കാത്തിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതൊന്ന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യണം. നോക്കൂ, സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ജോലിയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് 20 മാർക്കാണ്. അവിടെ ആദ്യം കേരളത്തിലെ ജയിൽ വകുപ്പിനെ കുറിച്ച്, ജയിൽ വകുപ്പിന്റെ ഘടനയും പ്രവർത്തന രീതികളും വേണം, 5 മാർക്ക്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93, 5 മാർക്ക്. ഡീറ്റെയിൽ ആയി പഠിക്കുക, ഓരോ സെഷൻസ് എടുത്ത് പഠിക്കണം കേട്ടോ. വിവരാവസ്ഥ നിയമം ഓരോ സെഷൻസ് എടുത്ത് പഠിക്കുക, 5 മാർക്ക്. അതുപോലെ മനഃശാസ്ത്രം, അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്കാണ്. അവിടെ മനുഷ്യ സ്വഭാവവും പ്രതികരണങ്ങളും, മനോവിശ്ലേഷണ സിദ്ധാന്തം, അതുപോലെ തന്നെ ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം പോലുള്ള കാര്യങ്ങൾ. സൈക്കോളജിക്കൽ ടോപ്പിക്കാണ്. ഉത്കണ്ഠ, വ്യക്തിയും സമൂഹവും, സംയോജന, അഭിപ്രേരണ, ബഹുമുഖ, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി സബ് ടോപ്പിക് എന്താണെന്ന് കൊടുത്തിട്ടില്ല. നമുക്കത് കുഴപ്പമില്ല, കാരണം ഹെഡിങ് മതി. ഈ ഹെഡിങ് വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും ക്ലാസ്സുകളിൽ കൃത്യമായിട്ട്. അപ്പൊ ഇതാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ സിലബസ്. ശ്രദ്ധിക്കണം, നിലവിൽ വിളിച്ചിരിക്കുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 15-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞു. എന്നാൽ മറക്കരുത്, ഒരു മെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം എപ്പോഴെന്ന് ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ എല്ലാവരും തിരക്കിയിരുന്നു. അതിന് മറുപടി PSC ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ PSC മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. നവംബർ 2nd വീക്കിലാണ് നമുക്ക് മെയിൽ പ്രിസൺ ഓഫീസർ വിജ്ഞാപനം, മെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം ഇതേ ശമ്പള സ്കെയിലിൽ പബ്ലിഷ് ചെയ്യും. ഫിസിക്കലിൽ മാത്രം മാറ്റം ഉണ്ടാകും, ഹൈറ്റിൽ മാറ്റം ഉണ്ടാകും. അത് വരും ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിലവിൽ പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. നിലവിൽ എത്രയും സിലബസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സിലബസിന്റെ ഒരു കോപ്പി ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. കൃത്യമായിട്ട് നമ്മുടെ മിന്റി PSC ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കൃത്യമായി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അവിടുന്ന് കൃത്യമായ സിലബസിന്റെ കോപ്പി എടുത്ത് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഒറ്റ കാര്യം കൂടെ, നിലവിൽ നമ്മുടെ മിന്റി PSC ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫീമെയിൽ പ്രിസൺ ഓഫീസർ, മെയിൽ പ്രിസൺ ഓഫീസർ എന്നീ പേരുകളിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിന്റെ വിശദാംശങ്ങൾ അറിയാനായിട്ടും
വരും ദിവസങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസിന്റെ ക്ലാസുകൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക് ഒറ്റ പരീക്ഷയല്ലേ ഉള്ളൂ. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ക്ലാസുകൾ യൂട്യൂബിൽ ഉണ്ടാകും. അപ്പൊ ആ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ്, അതായത് വരും ദിവസങ്ങളിലെ പ്രൊഫസർ ഓഫീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ കാണാനായി കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൊടുക്കുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. ശേഷം അതിലുപരി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിന്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്ന നമ്പറിൽ കൃത്യമായി കോൺടാക്ട് ചെയ്താൽ റിസർവ് ഓഫീസറിന്റെ ബാച്ചിന്റെ ഡീറ്റെയിൽസ്, ബാച്ചിന്റെ ഡ്യൂറേഷൻ, ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്ന PDF മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസുകൾ, ക്ലാസിന്റെ ടൈമിങ്ങുകൾ, അതുപോലെ ഫീസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലോസ് ചെയ്യാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങളിൽ കോൺടാക്ട് നമ്പർ ഈ സ്ലൈഡിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതി കാണിക്കാം. 7907 36 58 54. 7907 365 850 ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട് കേട്ടോ. സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതും ഇല്ലെങ്കിൽ കൃത്യമായി ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്പറുണ്ട്, കൃത്യമായി കോൺടാക്ട് ചെയ്യും. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസം അപ്ലോഡ് ചെയ്യാം. നമ്മുടെ നിലവിൽ യൂട്യൂബ് ക്ലാസ് കണ്ടുപിടിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. ടെലിഗ്രാമിന് ഈ സിലബസ് ഇപ്പൊ ഷെയർ ചെയ്തേക്കാം. ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക. പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കാം. പരീക്ഷ ഡേറ്റിനെ വെയിറ്റ് ചെയ്യേ വേണ്ട. പഠനം തുടങ്ങി എത്രയും പെട്ടെന്ന് ടോപ്പിക്കിനെ തീർക്കാൻ നോക്കുക. ബാക്കിയെല്ലാം വഴിയും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.